നീ ആരെയാണോ പ്രണയിക്കുന്നത് അവളെ തന്നെ പ്രണയിക്കും. നിന്റേതും അവളുടേതും ജന്മജന്മാന്തരങ്ങളായുള്ള പ്രണയമാണ്. ഞങ്ങൾ എന്തായാലും ഒന്നാവേണ്ടവരാണ്. നമ്മൾ രണ്ടുപേരുമല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഇത് ദൈവരഹസ്യമാണ്. നീ ഇതെങ്ങാനും പുറത്തു പറഞ്ഞാൽ നിന്റെ പ്രണയം നിനക്ക് നഷ്ടപ്പെടും. അമൃതയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ പോയത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റേത് ശിവാനിയുടെയും ജന്മജന്മാന്തര ബന്ധമാ. എന്നാൽ ഞാനിത് ആരോടും പറയാനും പാടില്ല. ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞാ ശിവാനി എന്നേക്കുമായി എന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന പറഞ്ഞു. ഇല്ല, ശിവാനിയെ ഞാൻ നഷ്ടപ്പെടുത്തില്ല. ദൈവമേ, എന്താ ചെയ്യാ? ഒരു വശത്ത് ഇതൊക്കെ ഞാൻ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നവര്, മറുവശത്ത് എന്നെ തന്നെ വേണ്ടാന്ന് പറയുന്ന ശിവാനി. ഇവരുടെ എല്ലാം ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാനല്ലേ? ഇതിപ്പോ വീട്ടുകാരും ഇല്ല, ശിവാനിയും ഇല്ല. ഇപ്പൊ ഒറ്റപ്പെട്ടു പോയില്ലേ ഞാൻ? ഗുരുദേവ, സംഭവിച്ച തെറ്റിന് നിങ്ങൾ തന്നെ പരിഹാരം പറയണം. പറയൂ ഗുരുദേവ. അങ്ങ് എന്ത് പരിഹാരം നിർദ്ദേശിച്ചാലും ഞാനിത് തീർച്ചയായും ചെയ്തിരിക്കും. പറഞ്ഞാലും ഗുരുദേവ, എന്തിനാണ് ഈ മൗനം? ഞാനിപ്പോൾ ഒരു വഴിയും കാണുന്നില്ല നാഗമാത. ഈ നാഗലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഗുരുദേവ, നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? അതേത് ശക്തിയാണ് ശിവാനി ഇങ്ങനെ തടയുന്നത്? അറിയില്ല. എന്റെ അനുമാനം ഇതേതോ ദൈവശക്തി കൊണ്ട് സംഭവിച്ചതല്ലെന്നാണ്. മനുഷ്യരുടെ ഏതോ ഒരു ദുഷ്ടശക്തി ശിവാനിയെ തടഞ്ഞതാവാം. ആ ദുഷ്ടശക്തി നമ്മളെ പരീക്ഷിക്കുകയാകാം. നാഗലോകത്തുള്ളവരെക്കാൾ വലിയ ശക്തി ഏതാണത്? ശിവാനി, നാഗലോകത്തിലുള്ളവർക്ക് എത്ര ശക്തി വേണമെങ്കിലും ഉണ്ടാകാം. എന്നാൽ നാഗമാണിക്യം നഷ്ടപ്പെടുത്തി നമ്മൾ ബലഹീനരായി മാറിയ കാര്യം നീ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരണമെങ്കിൽ നാഗമാണിക്യം ലഭിച്ചേ മതിയാവുകയുള്ളൂ. കിട്ടിയേ മതിയാകൂ. എന്നാൽ നാഗമാണിക്യം പൂർണ്ണമായും നമ്മളിൽ നിന്ന് അകന്നുപോയോ എന്നൊരു സംശയം. നാഗമാണിക്യം നാഗലോകത്തേക്ക് തിരിച്ചെത്തിക്കുന്നത് ഇനി അസാധ്യമാണ്. മായെങ്കിലും നീ എന്താ ഈ ചെയ്യുന്നേ? നിനക്ക് എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം? നീ എന്തു വേണമെങ്കിലും സംസാരിക്ക്, എന്തു വേണമെങ്കിലും ചെയ്യും. എന്നാൽ അവനോടുള്ള ദേഷ്യത്തിൽ അവനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞാൽ നിന്റെ ആവേശം നല്ലതിനായിരിക്കില്ല, ഓർത്തോ. സോറി, എന്നോട് ക്ഷമിക്ക്. ഞാൻ ദേഷ്യത്തിൽ പെട്ടെന്ന് പറഞ്ഞു പോയതാ. ദേഷ്യമെന്ന് പറഞ്ഞ് നാവിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്നാൽ അതിന് പകരമായിട്ട് നിന്റെ ജീവൻ തന്നെ നീ തരേണ്ടി വരും. സൂക്ഷിച്ചോ. ശരി, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല. നോക്ക്, ഈ മായാങ്കിനിയുടെ ദേഷ്യം എത്രത്തോളമാണെന്നുള്ളത് നിനക്കറിയാലോ. വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും വെറുതെ കരയുന്നതും ഒഴിവാക്കിയിട്ട് മുന്നോട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കുക. ഞാനിവിടെ പുറത്ത് കാത്തു നിൽക്കാം. നല്ല തീരുമാനമെടുത്തുകൊണ്ട് പുറത്തേക്ക് വാ. മുത്തശ്ശി, നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ? ഈ മായങ്കൻ എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുന്നതെന്ന്. ഇവിടെ എന്നെ സഹായിക്കാനാവുന്നെന്ന് പറഞ്ഞിട്ട് ഇതാണോ സഹായം? ഇവിടെ എന്നെ സഹായിക്കാൻ വേണ്ടിയാണോ അതോ കൊല്ലാനാണോ വന്നിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞുതാ മുത്തശ്ശി, എന്നോട് പറഞ്ഞുതാ. എന്റെ ഈ അവസ്ഥ കണ്ട് മുത്തശ്ശി സന്തോഷിക്കുകയാണല്ലേ? എനിക്ക് മതിയായി. എനിക്ക് ഈ ജീവിതം മതിയായി. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു.
എനിക്കെല്ലാം നഷ്ടപ്പെട്ടു മുത്തശ്ശി. ഞാൻ എല്ലാ രീതിയിലും തോറ്റുകൊണ്ടിരിക്കുക മുത്തശ്ശി. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് എന്റെ ജീവൻ മാത്രം. വേണമെങ്കിൽ അത് നിങ്ങൾ എടുത്തോ മുത്തശ്ശി. കൊച്ചുമകനെ, മുത്തശ്ശി, മുത്തശ്ശി, കൊച്ചുമകനെ, നിന്റെ കണ്ണിൽ നിന്നും ഒരു കാരണവശാലും കണ്ണുനീര് വരാൻ പാടില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നിന്റെ നല്ലതിന് വേണ്ടിയാണ് അവസാന നാൾ വരെ ഞാൻ പോരാടിയത്. ഒരുപാട് കഷ്ടപ്പെട്ടതും. നീ ഇപ്പോൾ മരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. എന്താ പറ്റിയത് നിനക്ക്? ഇനി ഞാൻ എന്താ ചെയ്യാ മുത്തശ്ശി? ഞാനിപ്പോ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നെ സഹായിക്കാൻ ആരുമില്ല മുത്തശ്ശി. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. എപ്പോ എങ്ങനെ സഹായിക്കുന്ന പറയുന്നേ? പറയാം. നീ ഇപ്പൊ ഇവിടുന്ന് പോ. എങ്ങനെ എന്നെ സഹായിക്കാം? അത് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. കൊച്ചുമകനെ, നീ സമാധാനായിട്ടിരിക്കേ. ഞാൻ മറ്റൊരു രൂപത്തിൽ വന്ന് നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. വേറെ രൂപത്തിലോ? ഏത് രൂപത്തിലാ മുത്തശ്ശി? പറയാം. ആദ്യം നീ ഇവിടുന്ന് പോ. അല്ല, പോകാനാ പറഞ്ഞത്. ശരി മുത്തശ്ശി. ഗുരുദേവ, അങ്ങനെയൊന്നും പറയല്ലേ. നാഗമാണിക്യം നാഗലോകത്തേക്ക് തിരികെ വന്നേ മതിയാവൂ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശാപത്തിന് മോക്ഷം ഉണ്ടാവുകയും വേണം. താങ്കൾ തന്നെ ഇതിനൊരു പരിഹാരം സൂചിപ്പിച്ചേ മതിയാകൂ. അതെ ഗുരുദേവ, അതെത്ര കഷ്ടമുള്ളതായാലും ശരി, അത് സാധിച്ചെടുക്കാൻ വേണ്ടി എന്റെ പ്രാണൻ തന്നെ ഞാൻ നൽകാനും തയ്യാറാണ്. ആ ദുഷ്ടന്മാരെ എല്ലാം സംഹരിച്ച് നാഗമാണിക്ക് ഞാൻ തിരികെ കൊണ്ടുവന്നിരിക്കും. ഞാൻ നാഗലോകത്തിൽ തന്നെ ഇരുന്ന് നാഗമാണിക്യം തിരികെ കൊണ്ടുവരാനുള്ള പ്രയത്നം ചെയ്യാം. ഞാൻ ഇനി ഭൂമിയിലേക്ക് മടങ്ങി പോകുന്നില്ല. എന്താണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് ഗുരുദേവ? എന്നെ കൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ? ഞാൻ തിരികെ ഭൂമിയിലേക്ക് പോയാലല്ലേ ഈ വിവാഹം എനിക്കൊരു തടസ്സമായി തീരൂ. ഞാനിനി മടങ്ങി പോകുന്നില്ല. ഞാനിനി എപ്പോഴും ഈ നാഗലോകത്തിൽ തന്നെ ഉണ്ടാവും. നിനക്കിവിടേക്ക് അനുമതിയേയില്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത് ഗുരുദേവ? നാഗലോകത്തിലേക്ക് എനിക്ക് ഇനി പ്രവേശനമേ ഇല്ലെന്നാണോ പറയുന്നത്? നിന്റെ മുന്നിൽ നാഗലോകത്തിന്റെ വാതിൽ അടച്ചിരിക്കുന്നു ശിവാനി. എന്റെ ഈ വാക്കുകൾ നിനക്ക് ചിലപ്പോൾ വേദന ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഇതാണ് സത്യം. ഇന്നു മുതൽ ശിവാനിക്ക് നാഗലോകത്തേക്ക് തിരിച്ചു വരുവാൻ സാധിക്കില്ല. ഇല്ല ഗുരുദേവ, അങ്ങനെയൊന്നും പറയല്ലേ. ഇനി നാഗലോകത്തിലേക്ക് തിരികെ വരാൻ പറ്റില്ല എന്നുള്ളത് ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. നോക്കൂ ശിവാനി, നീ നാഗലോകത്തുള്ളവളായിട്ടും സാധാരണ മനുഷ്യനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിനക്കിപ്പോൾ ഇച്ഛാധാരി നാഗങ്ങളുടെ ശക്തിയില്ല. ഇല്ല ഇല്ല, ഞാൻ നാഗലോകത്ത് നിന്നും പുറത്തേക്ക് പോവുകയില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. നിന്റെ കഴുത്തിലുള്ള ഈ താലി നിന്റെ ശക്തികളെയെല്ലാം അകറ്റിയിരിക്കുന്നു. നോക്കൂ ശിവാനി, നിനക്ക് നിന്റെ ശക്തികളെല്ലാം തിരിച്ചു കിട്ടണമെങ്കിൽ എന്തായാലും കുറച്ചു കാലം കാത്തിരിക്കേണ്ടതായി വരും. അതുവരെയും ഇച്ഛാധാരി നാഗറാണിക്ക് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറാനുള്ള ശക്തിയല്ലാതെ വേറൊരു ശക്തിയും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഗുരുദേവ, ഈ ഒരു ശിക്ഷയല്ലാതെ നമുക്ക് മറ്റെന്തെങ്കിലും ശിക്ഷ നൽകൂ. ഇത് ഞാൻ നിനക്ക് വിധിച്ച ശിക്ഷയല്ല ശിവാനി, നാഗലോകത്തിന്റെ നിയമമാണിത്. അങ്ങയുടെ ശക്തി കൊണ്ട് ഇതൊന്ന് തിരുത്തിക്കൂടെ ഗുരുദേവ? നോക്കൂ ശിവാനി, നാഗലോകത്തിന്റെ നിയമങ്ങൾ നമ്മളുടെ ഇഷ്ടാനുസരണം മാറ്റുവാൻ സാധിക്കുന്നതല്ല.
ഇത് നീ ചെയ്ത തെറ്റിന്റെ ഫലമായി കിട്ടിയിരിക്കുന്ന ശിക്ഷയാണ്. അതൊക്കെ നീ സഹിച്ചേ മതിയാകൂ. ഈ ശിക്ഷയെല്ലാം നീ അനുഭവിക്കേണ്ടതാണ്. ഇനി 3 അമാവാസി കഴിയുന്നതുവരെയും നീ സാധാരണ മനുഷ്യനായി തന്നെ ജീവിക്കണം. ഇത് നിശ്ചയമാണ്. ഗുരുദേവ, 3 അമാവാസികൾ കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമോ ഗുരുദേവ? ശിക്ഷ എന്തായാലും ഉറപ്പാണ്. എന്നാൽ അതിന്റെ അന്ത്യം നിശ്ചയിക്കാനാവില്ല. ഒരു കാര്യം സത്യമാണ്, ശിവാനി ഇതെല്ലാം താണ്ടി വന്നേ മതിയാകൂ. അതും ഒറ്റയ്ക്ക് തന്നെ. ഗുരുദേവ, പുറത്തു പോകൂ ശിവാനി. ഇപ്പോൾ മുതൽ നിനക്ക് നാഗലോകത്തുള്ള ജീവിതം അന്ത്യമായിരിക്കുകയാണ്. അങ്ങനെ പറയില്ലേ ഗുരുദേവ. ഞാൻ എങ്ങോട്ട് പോവില്ല. പോയേ മതിയാകൂ. ഗുരുദേവ, ഗുരുദേവ. ഒരു കാര്യം സത്യമാണ്, ശിവാനി ഇതെല്ലാം താണ്ടി വന്നേ മതിയാകൂ. അതും ഒറ്റയ്ക്ക് തന്നെ. ഗുരുദേവ, പുറത്തു പോകൂ ശിവാനി. ഇപ്പോൾ മുതൽ നിനക്ക് നാഗലോകത്തുള്ള ജീവിതം അന്ത്യമായിരിക്കുകയാണ്. അങ്ങനെ പറയില്ലേ ഗുരുദേവ. ഞാൻ എങ്ങോട്ട് പോവില്ല. പോയേ മതിയാകൂ. ഗുരുദേവ, ഗുരുദേവ. നാഗമാത, എന്നോട് ക്ഷമിക്കൂ ശിവാനി, ക്ഷമിക്കൂ. നാഗമാത, നാഗമാത. എനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ല. ഞാൻ യാതൊരു കാരണവശാലും ഇവന്റെ കൂടെ ജീവിക്കുകയുമില്ല. നിന്നെ സ്നേഹിതൻ സ്നേഹിതൻ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടന്നില്ല ഞാൻ. അതിന് നീ എനിക്ക് തന്ന സമ്മാനമാണോ ഇത്? അമ്മേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്ക് എന്താ ഇവിടെ കാര്യം? എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആരാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആരെങ്കിലും പറയണോ എനിക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ? ഇവിടേക്ക് വരാൻ അനുഭവത്തിന്റെ ആവശ്യമില്ലല്ലോ അമ്മേ. പറഞ്ഞത് കേൾക്കാനുള്ള മനസ്സും മനസ്ഥിതിയും ഉള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാകൂ.
എനിക്ക് നിന്നെ കാണാ പോലും വേണ്ട. ഇറങ്ങിപ്പോ തൃശൂൽ. അമ്മേ സംസാരിക്കണ്ട നീ എന്നോട്. എന്നോട് സംസാരിക്കാൻ നിനക്ക് ഒരു അർഹതയുമില്ല. അമ്മേ നിനക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലേ? നിന്നെ ഞാൻ അമ്മേ ഇതെന്തൊക്കെ കാണിക്കുന്നുണ്ട്? വിട് അമ്മേ. മധു, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ അവനെ ആട്ടിപ്പായിക്കുന്നത്? ഇവന് ഈ വീട്ടിൽ വരാൻ ഒരു അധികാരവും ഇല്ല. ഇനി നീ ഈ വീടിന്റെ പടി കിടക്കാൻ പോലും പാടില്ല. എന്റെ മധു, നിന്റെ പിടിവാശികളാ. സമാധാനം. കല്യാണ കാര്യത്തിൽ വാശി കാണിച്ചത് അവനാണ്, ഞാനല്ല. നിങ്ങൾക്ക് ഉപദേശിക്കണം എന്നാണെങ്കിൽ നിങ്ങൾ അവനെ ഉപദേശിക്ക, അല്ലാതെ എന്നെയല്ല. അമ്മേ ഒരു പ്ലീസ് അക്ഷരം അമ്മേ. നീ മിണ്ടരുത്. ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന്. ഇത് നോക്കിയാ നിന്റെ കാര്യത്തിൽ അച്ഛനും അമ്മയും ആരുമില്ല. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? അമ്മേ പോടാ. അമ്മേ. അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് വേണ്ടതായെന്നാണോ? എന്തുകൊണ്ടാ അമ്മേ? അമ്മേ പ്ലീസ്. നീ എന്റെ വാക്ക് കേൾക്കാതെ ശിവാനിയുടെ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം തന്നെ ഈ വീടിന്റെ വാതിൽ നിന്റെ മുൻപിൽ അടഞ്ഞു കഴിഞ്ഞു. ഇറങ്ങി പോടാ പുറത്ത്. അമ്മേ 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 വാതിൽ ഓർക്കമ്മേ. അമ്മേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. മധു, മധു. നിങ്ങളൊന്ന് വായടച്ചിരിക്കുന്നുണ്ടോ? അല്ലമ്മേ, ആ വീട്ടിലുള്ളവര് ആരും എന്നോട് സംസാരിക്കുന്നില്ല. ഇപ്പൊ ഇവിടേക്ക് വന്നപ്പോ സംസാരിക്കുന്നത് പോട്ടെ, എന്നെ അകത്തേക്ക് പോലും കയറ്റുന്നില്ലല്ലോ. എല്ലാവരും കൂടി എന്നെ എല്ലായിടത്തും പുറത്താക്കി ഒറ്റപ്പെടുത്താണോ? ഒറ്റപ്പെടുത്തിയത് ഞങ്ങളെ അല്ലേടാ. വീട്ടിലുള്ളവരെല്ലാവരും ഒന്നിച്ചിരുന്നപ്പോ കാണിക്കാൻ പറ്റാത്തത് കാണിച്ച് എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ചത് നീയാണ്. അമ്മേ 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 ഞാൻ അമ്മയുടെ മോൻ തന്നെയല്ലേ? അല്ല, അവൻ നമ്മുടെ മകനല്ലെന്ന് പറയാ അവനോട്.